കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് കാണാൻ തന്നെ ഒരു കൽപ്പക വൃക്ഷം പോലെയല്ലേ, ഒറ്റത്തടി തെങ്ങ് പോലെ നമുക്ക് തോന്നുന്നില്ലേ നമ്മളെ കയ്യിലിരിക്കുമ്പം. അപ്പം മുക്കുറ്റിയുടെ ഗുണങ്ങൾ ഞാൻ പറയാനില്ലല്ലേ, എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. കർക്കിടക മാസം തീരാനായി ഇപ്പം ഞാൻ കർക്കിടക കഞ്ഞിയൊക്കെ വെച്ച്, പക്ഷേ ഇപ്പം ഞാൻ മുക്കുറ്റി കൊണ്ടൊരു പായസം ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ആ മുക്കുറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വേരിലെ സമൂലമാണ് ഞാൻ എടുക്കുന്നത്. വേരിലെ മണ്ണെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം. പിന്നീട് വൃത്തിയല്ലാത്ത സ്ഥലത്ത് ഔഷധ സസ്യങ്ങൾ നമുക്ക് ഗുണങ്ങളെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് എത്രയും വൃത്തിയുള്ള നല്ല സ്ഥലത്ത് സസ്യങ്ങൾ തന്നെ എടുക്കണം. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എൻ്റെ കൈക്ക് വേണമെന്ന ഒരു പിടി അരി ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്ന് ആ അരിയും ഇലയും കൂടെ നല്ലതുപോലെ അരച്ചാട്ടി ഞാൻ എടുത്ത് അതിനെ ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് അതിൽ ഒരു മുറി തേങ്ങ ഞാൻ എടുത്ത് അതിൻ്റെ ഒന്നാം പാലിനെ മാറ്റി വെച്ച് രണ്ടാം പാൽ ഈ അരച്ച് മാറ്റി വെച്ച കൊത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ട് ആ കൊത്തും കൂടെ ഈ തേങ്ങാപ്പാൽ രണ്ടാം പാലിലിട്ട് അടിച്ച് പിഴിഞ്ഞ് അതും ഞാൻ എടുത്തിട്ട് ഈ നേരത്തെ അരച്ച് കലക്കി വെച്ച മാവില്ലേ, ആ മാവിൻ്റെ മൂട്ട് ഇതിൻ്റെ മാവ് അടിഞ്ഞ് ബാക്കി ഞാനിങ്ങനെ ഒഴിച്ചെടുത്തിട്ട് അതിനകത്ത് ശകലം അരിപ്പൊടി കൂടെ ചേർത്ത് ഇച്ചിരി മധുരം, കരിപ്പെട്ടിയോ ശർക്കരയോ കൂടെ ചേർത്ത് അതിനെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി ഈ കൂട്ടുമിശ്രിതത്തിൽ 4 ഏലക്കായും പൊടിച്ചിട്ട് ശകലം ഉപ്പും ഇട്ട് മധുരം ആവശ്യത്തിന് മധുരം ഞാൻ പാനി ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തത്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ ഈ രണ്ടാം പാലിനകത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് ഉരുട്ടി വെച്ച ഉരുളകളിട്ട് അത് നല്ലതുപോലെ വെന്ത് വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് തണുക്കുമ്പോൾ കുടിക്കാം. അപ്പോൾ ഈ മുക്കുറ്റിയുടെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലേ, എല്ലാവിധ ഔഷധങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ എൻ്റെ സമയം കഴിഞ്ഞാണ് വീഡിയോ ഇടുന്നത്. അപ്പം